Good morning, my dear students. Today, our topic credit control measures of RBI. Then quantitative credit control measures. Second one is open market operation. Open market operation. The term open market operation refers to the purchase and sale of government securities by the central bank for the purpose of credit control. The central bank enters the market directly through brokers to buy and sell securities. Hence, this is called open market operations. Open market operations attempt to increase or decrease the credit in the economy by influencing the cash reserves available with the commercial banks with the help of purchase or sale of government securities. സെക്കൻഡ് ഫങ്ഷൻ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലെ നമ്മൾ പറയുന്നുണ്ട് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സിലെ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് ഉണ്ട്. അതിൽ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സിലെ സെക്കൻഡ് മെഷർമെൻ്റ് ആണ് ഇത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് മെഷർമെൻ്റ് ഏതായിരുന്നു? ബാങ്ക് റേറ്റ് പോളിസി. സെക്കൻഡ് മെഷർ ഈസ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. അപ്പോൾ ദ ടേം ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ റിഫേഴ്സ് ടു ദ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ബൈ ദ സെൻട്രൽ ബാങ്ക് ഫോർ ദി പർപ്പസ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ. രാജ്യത്തെ ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, റെഗുലേറ്റ് ദ സപ്ലൈ ഓഫ് ക്യാഷ്, അതായത് പണത്തിൻ്റെ വിനിമയത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി മെഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്നത്. ഈ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സിലെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെഷറാണ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ റെഫേഴ്സ് ടു പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ബൈ ദ സെൻട്രൽ ബാങ്ക് ഫോർ ദി പർപ്പസ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ. മൊത്തം രാജ്യത്തിൻ്റെ ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി ടൂളാണ് ഇത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ്റെ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വിൽക്കുകയും വാങ്ങുകയും ചെയ്തുകൊണ്ട് രാജ്യത്തെ മൊത്തം ക്രെഡിറ്റിനെയും കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു സ്റ്റെപ്പ് എടുക്കുകയാണ് ചെയ്യുന്നത് RBI. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും ഇതിൻ്റെ വർക്കിംഗ്, അല്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പ്രോസസ്സ് എന്നുള്ളത് നോക്കണം. അതേപോലെ തന്നെ നമ്മൾ പറയാമല്ലോ, വർക്കിംഗ് ഓഫ് ബാങ്ക് റേറ്റ് പോളിസി എന്ന് പറഞ്ഞ പോലെ തന്നെ വർക്കിംഗ് ഓഫ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. എങ്ങനെയാണ് ഈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഇത് വർക്കൗട്ട് ആവുക? ഇതെങ്ങനെയാണ് എക്കോണമിയിലൊരു ഫ്ലക്ച്വേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് RBIയുടെ ഒരു ടൂളാണ്. അപ്പോൾ നമുക്കറിയാം, വാങ്ങുക എന്ന് പറയുമ്പോൾ കൂടുതൽ ആയിട്ടുള്ള ഷെയറുകൾ വാങ്ങുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഷെയറുകൾ വാങ്ങിക്കുകയും അതേസമയം തന്നെ കൂടുതൽ എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പബ്ലിക്കിലേക്ക് ഇറങ്ങുകയും ചെയ്യും. ദെൻ സെയിൽ എന്ന് പറയുമ്പോൾ നമ്മളത് വിൽക്കുക എന്നുള്ളത്, നമ്മുടെ കയ്യിലുള്ള സെക്യൂരിറ്റീസ് വിൽക്കുക, അധിക പണത്തെ നമ്മൾ പിടിച്ചെടുക്കുക എന്ന് പറയുന്നതാണ്. ഈ രണ്ട് പ്രോസസ്സിലൂടെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഇഫക്റ്റീവായിട്ട് രാജ്യത്ത് നടക്കുക. അപ്പോൾ ഇവിടെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിലെ ദ ടേം ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ റെഫേഴ്സ് ടു പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ബൈ ദ സെൻട്രൽ ബാങ്ക് ഫോർ ദി പർപ്പസ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ. The central bank enters the market directly through brokers to buy and sell securities. Hence, this is called open market operation. The open market operations attempt to increase or decrease the credit in the economy by influencing the cash reserves available with the commercial banks with the help of purchase or sale of government securities. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കിലെ സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് വർക്കിംഗ് ഓഫ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ദെൻ വെൻ ദർ ഈസ് എ ഇൻഫ്ലേഷൻ ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ബാങ്ക് മണി ആൻഡ് ലീഗൽ ടെൻഡർ മണി ഇൻ സർക്കുലേഷൻ, ദ സെൻട്രൽ ബാങ്ക് സെൽസ് ദ സെക്യൂരിറ്റീസ് ഇൻ ദ മാർക്കറ്റ്. ദ ബയേഴ്സ് ഓഫ് ദി സെക്യൂരിറ്റീസ് ഐദർ പേയ്സ് ക്യാഷ് ഓർ hand over checks with the commercial banks. As the central bank collect these checks immediately, the cash reserve of commercial banks decreases. The resultant contraction of credit increases the interest rates. The investment and production get reduced. Employment opportunities and general price level fall. Thus, the effect of inflation is reduced. മൊത്തം നമ്മുടെ രാജ്യത്തിലെ ഇൻഫ്ലേഷനാണ് കൂടി നിൽക്കുന്നതെങ്കിൽ RBI ചെയ്യുന്ന വൺ ഓഫ് ദി ടെക്നിക്സ് ആണ് ഇത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിലെ ദെൻ സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ സെയിൽ ഓഫ് സെക്യൂരിറ്റീസിലെ നമ്മൾ ചെയ്യുന്ന സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ അവിടെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ സെയിൽ ഓഫ് സെക്യൂരിറ്റീസിലെ
ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന, അതായത് RBI ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഗവൺമെൻറ് ബോണ്ടുകളൊക്കെ RBI വാങ്ങിയതൊക്കെ RBI എന്ത് ചെയ്യണം, ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ പബ്ലിക്കിൽ ജനങ്ങൾ എന്ത് ചെയ്യും, ഗവൺമെൻറ് സെക്യൂരിറ്റീസാണ് ഗവൺമെൻറ് ബോണ്ടുകളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കും. ആ ഒരു അസംഷനിൽ ഗവൺമെൻറ് ബോണ്ടുകളൊക്കെ പർച്ചേസ് ചെയ്യും. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ വാങ്ങിക്കുന്നതോടൊപ്പം തന്നെ ഇവരുടെ കയ്യിലുള്ള അധിക പണത്തെ RBI എടുക്കുകയാണ് ചെയ്യണത്, അല്ലേ? ജനങ്ങളുടെ കയ്യിലേക്ക് അത് വിൽക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ബോണ്ടുകൾ ഇഷ്യൂ ചെയ്ത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് പബ്ലിക്കിലേക്ക് എത്തിക്കും തോറും, ജനങ്ങളിലേക്ക് എത്തിക്കും തോറും ജനങ്ങളുടെ കയ്യിലുള്ള പണത്തെ പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഗവൺമെൻറ്റിൻ്റെ ജനങ്ങളുടെ കയ്യിലുള്ള പണത്തെ പിടിച്ചെടുക്കാം. അതേപോലെ തന്നെ ഒന്നുകിൽ ഡയറക്റ്റ് ക്യാഷായിട്ട് പേയ്മെൻറ്റ് നടത്താം, അല്ലാത്ത പക്ഷം കമേഴ്സ്യൽ ബാങ്കുകൾ വഴി, കമേഴ്സ്യൽ ബാങ്കുകളിൽ അവർ ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ചെക്കുകളായിരിക്കും കസ്റ്റമേഴ്സ് കൊടുക്കുക. തീർച്ചയായിട്ടും കമേഴ്സ്യൽ ബാങ്കുകളിൽ അധിക പണത്തെ ആരിലേക്ക് പോകും, സെൻട്രൽ ബാങ്കിലേക്ക് പോകും. അപ്പോൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഈ അധിക പണത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് RBI ഉപയോഗിക്കുന്ന ഒരു മെഷർമെൻ്റാണ്. RBI പണത്തിൻ്റെ വിനിമയത്തെ റെഗുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻഫ്ലേഷൻ പീരീഡിൽ ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വരികയാണ്. എല്ലാം എക്സസ് ആണ്, പണം എല്ലാം എക്സസ് ആണ്. പണത്തിൻ്റെ മൂല്യം കുറയാനായിട്ടത് കാരണമാവും. അപ്പോൾ നമുക്ക് അവിടെ ഒരു റെഗുലേഷൻ കിട്ടില്ല, എക്കോണമിയെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എക്കോണമിയെ റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്ന ടെക്നിക്സിലൂടെ സെയിൽ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വിറ്റുകൊണ്ട് ജനങ്ങൾ അത് ഏറ്റെടുക്കുമ്പോൾ ജനങ്ങളുടെ കയ്യിലുള്ള അധിക പണത്തെ RBIയിലേക്ക്, സെൻട്രൽ ബാങ്കിലേക്ക് സ്വീകരിക്കാനായിട്ട് കഴിയണു. ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ്. വെൻ ദർ ഈസ് ഇൻഫ്ലേഷൻ ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ബാങ്ക് മണി and legal tender money in circulation, the central bank sells the securities in the market. The buyer of these securities either pay cash or hand over checks with the commercial bank. ഒന്നുകിൽ ഡയറക്റ്റായിട്ട് ക്യാഷ് കൊടുക്കുകയോ അതുമല്ലെങ്കിൽ ചെക്കുകൾ കളക്ട് ചെയ്യുകയോ ചെയ്യാം. As the central bank collects these checks immediately, the cash reserve of commercial bank decreases. കമേഴ്സ്യൽ ബാങ്കിൻ്റെ ക്യാഷ് റിസർവ് അപ്പോൾ തന്നെ കുറയുകയും ചെയ്യുന്നു. The resultant contraction of credit increases the interest rate. Then investment and production get reduced. Employment opportunities and general price level falls. Thus the effect of inflation is reduced. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് ചെയ്യുന്നു, അധിക പണത്തെ കമേഴ്സ്യൽ ബാങ്കുകളുടെ കയ്യിലുള്ളതാണെങ്കിലും ജനങ്ങളുടെ കയ്യിലുള്ളതായാലും അധിക പണത്തെ RBIക്ക് പിടിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു. അവിടെ എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പ്രൊഡക്ഷൻ ഈസ് റിഡ്യൂസ്ഡ്. അവിടെ പ്രൊഡക്ഷൻ പ്രോസസ്സുകളും ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സുകളൊക്കെ കുറയും. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ജനറൽ പ്രൈസ് ലെവൽ ഫോൾ. എല്ലാ മേഖലയിലും അതിൻ്റെ ഒരു ഫോൾ, അതായത് റെഗുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദ ഇഫക്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഈസ് റിഡ്യൂസ്ഡ്. അങ്ങനെ മൊത്തത്തിൽ ആ ഇൻഫ്ലേഷനെ റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ് എന്നുള്ളതാണ്. ഇനി ജസ്റ്റ് ഓപ്പോസിറ്റ്, ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇൻഫ്ലേഷൻ പീരീഡിലെ പെരുപ്പത്തെ പിടിച്ചെടുക്കാനായിട്ട് RBI എടുക്കുന്ന മെഷറാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിലെ സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്. അപ്പോൾ ഇൻഫ്ലേഷൻ പീരീഡിൽ RBI എടുക്കുന്ന ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും, സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്. അത് മനസ്സിലാക്കണം കേട്ടോ. ഇൻഫ്ലേഷൻ പീരീഡിലെ സെയിൽ ഓഫ് സെക്യൂരിറ്റീസും ഡിഫ്ലേഷൻ പീരീഡിലെ പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസും, ഈ രണ്ട് ആക്ടിവിറ്റീസാണ് ഏതിൽ ഉൾപ്പെടുക, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിൽ ഉൾപ്പെടുക. അപ്പോൾ പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസിൽ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഡിഫ്ലേഷൻ central bank will purchase securities. The sellers of the security are given legal tender money by the central bank. When the seller deposit the money in commercial banks, deposit and cash reserve of commercial bank go up, then they can create more credit. More credit encourages investment, production, employment, general price level, etc. During deflation period, central bank will purchase securities. Central bank securities വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. The sellers of the security are given legal tender money by the central bank. When the seller deposit the money in commercial bank, then deposits and cash reserve of commercial banks goes up. ഇങ്ങനെ അധിക പണം, ജനങ്ങളുടെ കയ്യിലുള്ള അധിക പണത്തെ പിടിച്ചെടുക്കുന്ന പോലെ തന്നെയാണ് പണച്ചുരുക്കത്തിൻ്റെ സമയത്തും എന്ത് ചെയ്യുന്നു, അവരിൽ നിന്ന് എന്ത് ചെയ്യുന്നു, സെക്യൂരിറ്റീസ് വാങ്ങിക്കൊണ്ട് അവരിലേക്ക് പണത്തെ ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്.
ആ പണം അവരിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങളത് കമേഴ്ഷ്യൽ ബാങ്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. കമേഴ്ഷ്യൽ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഡെപ്പോസിറ്റ് കൂടുന്നു, ക്യാഷ് റിസർവ് കൂടുന്നു, സ്റ്റാറ്റ്യൂട്ടറി SLR കൂടുന്നു. അവിടെയൊക്കെ ഒരു വേരിയേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്? കൂടുതൽ പണം അവർക്ക് ക്രയവിക്രയം ചെയ്യാനായിട്ടുള്ള പണത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നു. മോർ ക്രെഡിറ്റ് എൻകറേജസ് ഇൻവെസ്റ്റ്മെൻറ്റ്, കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ മോർ ക്രെഡിറ്റ് എൻകറേജസ് ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രൊഡക്ഷൻ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് ജനറൽ പ്രൈസ് ലെവൽ. അപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? മോർ ക്രെഡിറ്റ് എൻകറേജസ് ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രൊഡക്ഷൻ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് ജനറൽ പ്രൈസ് ലെവൽ. നെക്സ്റ്റ്, ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നാണ് നെക്സ്റ്റ് ടോപ്പിക്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ്റെ ഒബ്ജക്റ്റീവ്സ്. The first one is influence the volume of credit. Second one is supplement to bank rate policy. Stabilize the prices of government securities. Avoid disturbance in money market. Support government credit. Absorb the seasonal changes in cash reserve with commercial bank. Then objectives of open market operation. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്ന വൺ ഓഫ് ദി ടെക്നിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടാനുള്ള ലക്ഷ്യങ്ങൾ എന്താണ്? എന്തൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ? ഫസ്റ്റ് പോയിന്റ്, ഇൻഫ്ലുവൻസ് ദ വോള്യൂം ഓഫ് ക്രെഡിറ്റ്. The primary aim of open market operation is to influence the volume of credit in the economy, thereby influence credit control measures. മൊത്തം രാജ്യത്തിലുള്ള പണത്തിൻ്റെ വിനിമയത്തെ റെഗുലേറ്റ് ചെയ്യുക എന്ന് പറയുന്ന വോള്യൂം ഓഫ് ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് ആണ് ഇത്. ദെൻ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ദ പ്രൈമറി എയിം ഓഫ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഈസ് ടു ഇൻഫ്ലുവൻസ് ദ വോള്യൂം ഓഫ് ക്രെഡിറ്റ് in the economy, hereby influence credit control measures. ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സിലും അതിൽ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സിൻ്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫ്ലുവൻസ് വോള്യൂം ഓഫ് ക്രെഡിറ്റ്. വോള്യൂം ഓഫ് ക്രെഡിറ്റിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സപ്ലിമെൻറ്റ് ടു ബാങ്ക് റേറ്റ് പോളിസി. ബാങ്ക് റേറ്റ് പോളിസിയുടെ ഒരു സപ്ലിമെൻറ്റ് കൂടിയാണ്. ബാങ്ക് റേറ്റ് പോളിസി എന്ന് പറയുമ്പോൾ ബാങ്ക് റേറ്റ് പോളിസി മീൻസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ദ RBI for providing loans and advances to കമേഴ്ഷ്യൽ ബാങ്ക്സ്. കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുത്തിരിക്കുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസിന് RBI ചാർജ് ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാങ്ക് റേറ്റിലെ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിലെ ഫസ്റ്റ് വൺ, ഇൻഫ്ലുവൻസ് ദ വോള്യൂം ഓഫ് ക്രെഡിറ്റ്. സെക്കൻഡ് വൺ, സപ്ലിമെൻറ്റ് ടു ബാങ്ക് റേറ്റ് പോളിസി. ബാങ്ക് റേറ്റ് പോളിസി എന്ന് പറയുന്ന ഒരു ടെക്നിക്സിന് കൂടെ തന്നെ ഒരു സപ്ലിമെൻ്ററി ആയിട്ടാണ് നമ്മൾ എന്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഒരേ എയിം തന്നെയാണ്, റെഗുലേറ്റ് ദ മണി എന്ന് പറയുന്നതാണ്. ഒരേ എയിമൊക്കെ തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ കൂടെ സപ്ലിമെൻറ്റ് ടു ബാങ്ക് റേറ്റ് പോളിസി. സംടൈംസ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഈസ് യൂസ്ഡ് ടു പ്രിപ്പയർ ദ ഗ്രൗണ്ട് ഫോർ ചേഞ്ചസ് ഇൻ ബാങ്ക് റേറ്റ്. ദെൻ അവിടെ ബാങ്ക് റേറ്റിൻ്റെ ചേഞ്ചസിന് സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ ഒരു ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ കൂടെ പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ്, നെക്സ്റ്റ് വൺ, സ്റ്റെബിലൈസ് ദ പ്രൈസ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. സ്റ്റെബിലൈസ് ദ പ്രൈസ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ പ്രൈസിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട്, സ്റ്റെബിലൈസ് ദ പ്രൈസ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ദ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ടെക്നിക്സ് ഈസ് യൂസ്ഡ് ടു സ്റ്റെബിലൈസ് ദ പ്രൈസ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വിത്ത് എ വ്യൂ ടു വിന്നിങ് ദ കോൺഫിഡൻസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. വിത്ത് എ വ്യൂ ടു വിന്നിങ് ദ കോൺഫിഡൻസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. അവിടെ മൂന്നാമത്തെ പോയിൻ്റാണ് സ്റ്റെബിലൈസ് ദ പ്രൈസ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് സ്റ്റെബിലൈസ് ചെയ്യാനുള്ള, ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യാനുള്ള വൺ ഓഫ് ദി മെഷർമെൻറ്റ് കൂടിയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ടെക്നിക്ക് ഈസ് യൂസ്ഡ് ടു സ്റ്റെബിലൈസ് ദ പ്രൈസ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വിത്ത് എ വ്യൂ ടു വിന്നിങ് ദ കോൺഫിഡൻസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയണം എന്നുള്ളതാണ്. Avoid disturbance in money market. Avoid disturbance in money market. These techniques avoids disturbance in the money market due to public finance operations like collection of taxes, etc. ഇവിടെ മണി മാർക്കറ്റ് ഓപ്പറേഷന് ഡിസ്റ്റർബ് ചെയ്യുക എന്ന് പറയുന്നത്, ദിസ് ടെക്നിക് ഈസ് അവോയ്ഡ് ഡിസ്റ്റർബൻസ് ഇൻ ദ മണി മാർക്കറ്റ് ഡ്യൂ ടു പബ്ലിക് ഫിനാൻസ് ഓപ്പറേഷൻസ് ലൈക്ക് കളക്ഷൻ ഓഫ് ടാക്സസ്. Then fifth one is support government credit. These techniques support the government credit in connection with the issue of new loans or conversion of existing loans. Support government credit. This technique is support the government credit in connection with the issue of
ന്യൂ ലോൺസ് ഓർ കൺവേർഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ലോൺസ്, പുതിയ ലോണുകൾ ഇഷ്യൂ ചെയ്യുന്നതിനോ എക്സിസ്റ്റിംഗ് ലോണുകൾ കൺവേർട്ട് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഗവൺമെൻറ് കൊടുക്കുന്നു. ദെൻ ലാസ്റ്റ് വൺ ഈസ് അബ്സോർബ് ദ സീസണൽ ചേഞ്ചസ് in cash reserve with commercial banks. The open market operation techniques can be used for absorbing the seasonal changes in cash reserve of commercial banks in the country by selling securities in the open market. Then absorb the seasonal changes in cash reserve with commercial bank. Commercial banks in the cash reserve ne absorb ചെയ്യാനായിട്ട് സാധിക്കുന്നു. The open market operation techniques can be used for absorbing the seasonal changes in the cash reserve of commercial banks in the country by selling securities in the open market. These are the objectives of open market operation. അപ്പോൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ പിറകിലുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇൻഫ്ലുവൻസ് വോള്യൂം ഓഫ് ക്രെഡിറ്റ്, രാജ്യത്തിൻ്റെ ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. സെക്കൻഡ് പോയിന്റ്, സപ്ലിമെൻറ്റ് ടു ബാങ്ക് റേറ്റ് പോളിസി. ആദ്യം പറഞ്ഞിരിക്കുന്ന ബാങ്ക് റേറ്റ് പോളിസിക്ക് ഒരു സപ്ലിമെൻ്റ് ആയിട്ട് ഇത് നിൽക്കുന്നു, സപ്ലിമെൻറ്റ് ടു ദ ബാങ്ക് റേറ്റ് പോളിസി. തേർഡ് പോയിന്റ് ഈസ് സ്റ്റെബിലൈസ് ദ പ്രൈസസ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്താനായിട്ട് സഹായിക്കുന്നു. അവോയ്ഡ് ഡിസ്റ്റർബൻസ് ഇൻ മണി മാർക്കറ്റ്. മണി മാർക്കറ്റിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. സപ്പോർട്ട് ഗവൺമെൻറ് ക്രെഡിറ്റ്, അതായത് ഗവൺമെൻറ്റിൻ്റെ ക്രെഡിറ്റ്, സപ്പോർട്ട് ഗവൺമെൻറ് ക്രെഡിറ്റ്. ദിസ് ടെക്നിക്ക് ഈസ് സപ്പോർട്ട് ദ ഗവൺമെൻറ് ക്രെഡിറ്റ് ഇൻ ദ കണക്ഷൻ വിത്ത് ഇഷ്യൂ ഓഫ് ന്യൂ ലോൺസ് ഓർ ഗവൺമെൻറ് ക്രെഡിറ്റുകൾ ഗവൺമെൻറ് ക്രെഡിറ്റുകൾ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് കൂടെ കൊടുക്കുന്നു എന്ന് പറയാം. അബ്സോർബ് ദ സീസണൽ ചേഞ്ചസ് ഇൻ ക്യാഷ് റിസർവ് വിത്ത് കമേഴ്ഷ്യൽ ബാങ്ക്സ്. അബ്സോർബ് ദ സീസണൽ ചേഞ്ചസ് ഇൻ ക്യാഷ് റിസർവ് വിത്ത് കമേഴ്ഷ്യൽ ബാങ്ക്. അപ്പോൾ ഇവിടെ സീസണൽ ക്രെഡിറ്റ് ആണ്, സീസണൽ ചേഞ്ചസ് ഇൻ ക്യാഷ് റിസർവ് വിത്ത് കമേഴ്ഷ്യൽ ബാങ്ക്സ്. The open market operation techniques can be used for absorbing the seasonal changes in the cash reserve of commercial banks in the country by selling securities in the open market. These are the important objectives of open market operation. Next topic, അസംഷൻസ് ഓഫ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ബാങ്ക് റേറ്റ് പോളിസിക്ക് നമ്മൾ ചില അസംഷൻസ് പറഞ്ഞു, അതേപോലെ തന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിനും ചില അസംഷൻസ് ഉണ്ട്. ദെൻ ഫസ്റ്റ് വൺ ഈസ് എ വെൽ ഓർഗനൈസ്ഡ് ആൻഡ് വെൽ ഡെവലപ്ഡ് സെക്യൂരിറ്റി മാർക്കറ്റ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് ബാങ്കിങ് സംവിധാനത്തിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, ഈ വിനിമയം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് അസംഷൻസ്. എ വെൽ organized and well developed security market. A well organized and well developed security market. Then sufficient quantity of eligible securities with the central bank. ശരിയായിട്ടുള്ള രീതിയിലുള്ള ഒരു ഓർഗനൈസ്ഡ് ബാങ്കിങ് പാറ്റേൺ ഉണ്ടായിരിക്കണം. രണ്ടാമത് പറയുന്നത് സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് എലിജിബിൾ സെക്യൂരിറ്റീസ് വിത്ത് സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്കിൻ്റെ കയ്യിൽ ആവശ്യത്തിന് വിൽക്കാനും വാങ്ങാനുമുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കണം. ദെൻ തേർഡ് വൺ ഈസ് കമേഴ്ഷ്യൽ ബാങ്ക്സ് ഷുഡ് കീപ്പ് റിസർവ് ജസ്റ്റ് ടു സാറ്റിസ്ഫൈ ദ ലീഗൽ റിക്വയർമെൻറ്റ്. കമേഴ്ഷ്യൽ ബാങ്ക്സ് ഷുഡ് കീപ്പ് റിസർവ്. കമേഴ്ഷ്യൽ ബാങ്കുകൾ റിസർവ് കീപ്പ് ചെയ്തിരിക്കണം ജസ്റ്റ് ടു സാറ്റിസ്ഫൈ ദ ലീഗൽ റിക്വയർമെൻറ്റ്. അതായത് നിയമപരമായിട്ടുള്ള റിക്വയർമെൻറ്റ്സിന് ആവശ്യമായിട്ടുള്ള റിസർവെങ്കിലും കമേഴ്ഷ്യൽ ബാങ്കുകൾ കീപ്പ് ചെയ്തിരിക്കണം. ദർ ഷുഡ് നോട്ട് ബി എനി ഇൻറ്റർഫറൻസ് ഫോർ എക്സ്ട്രാനിയസ് ഫാക്ടേഴ്സ്. മറ്റുള്ള ഫാക്ടേഴ്സ് മൂലം ആവരുത് എന്നുള്ളതാണ്. ദർ ഷുഡ് നോട്ട് ബി എക്സസീവ് വോള്യൂം ഓഫ് ഗവൺമെൻറ് ക്രെഡിറ്റ്. അവിടെ എന്തുണ്ടാവാൻ പാടില്ല, ഗവൺമെൻറ് ക്രെഡിറ്റ് കൊടുക്കുന്നില്ല, എക്സസീവ് വോള്യൂം വരാനായിട്ട് പാടില്ല. ബോറോവേഴ്സ് ഷുഡ് റെസ്പോണ്ട് ടു ദ പോളിസി ഓഫ് ഓപ്പൺ മാർക്കറ്റ്. Next one, borrowers should respond to the policy of open market operation and the consequent changes in the banking operation. The borrowers should respond to the policy of open market operations and the consequent changes in the banking operation. These are the assumptions of open market operation. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിലെ വെൽ ഓർഗനൈസ്ഡ് പാറ്റേൺ ഉണ്ടായിരിക്കണം. പിന്നെ സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് എലിജിബിൾ സെക്യൂരിറ്റീസ് സെൻട്രൽ ബാങ്കിൻ്റെ അടുത്ത് സഫിഷ്യൻറ്റ് സെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കണം. കമേഴ്ഷ്യൽ ബാങ്ക്സ് ഷുഡ് കീപ്പ് റിസർവ് ജസ്റ്റ് ടു സാറ്റിസ്ഫൈ ദ ലീഗൽ റിക്വയർമെൻറ്റ്. കമേഴ്ഷ്യൽ ബാങ്ക്സ് മതിയായിട്ടുള്ള റിസർവ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ദർ ഷുഡ് നോട്ട് ബി എനി ഇൻ്റർഫറൻസ് ഫ്രം എക്സ്ട്രാനിയസ് ഫാക്ടേഴ്സ്.
There should not be excessive volume of government credit. Borrowers should respond to the policy of open market operation and the consequent changes in the banking operation. These are the assumptions of open market operation. Then next topic, limitations of open market operation. ലിമിറ്റേഷൻ, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ലിമിറ്റേഷൻസിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ബാങ്ക് റേറ്റ് പോളിസി പറഞ്ഞു. അപ്പോൾ ബാങ്ക് റേറ്റ് പോളിസിക്കുള്ള എല്ലാ ലിമിറ്റേഷൻസും, ഒരുവിധം ലിമിറ്റേഷൻസൊക്കെ ഏതിനും ബാധകം തന്നെയാണ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിനും ബാധകം തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ഈ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സിൽ, ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സിൽ ബാങ്ക് റേറ്റ് പോളിസി ഉണ്ട്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഉണ്ട്, അതേപോലെ തന്നെ ക്യാഷ് റിസർവ് റേഷ്യോ, വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ, വേരിയബിൾ റിസർവ് റേഷ്യോസ് ഉണ്ട്. ഈ ടെക്നിക്സ് എല്ലാം തന്നെ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സാണ്. അപ്പോൾ അതിൽ നമ്മൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിലെ നെക്സ്റ്റ് ലിമിറ്റേഷൻസ് ഓഫ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. First one is lack of well-developed security market. For the successful adoption of open market operation, there should be a well-developed security market. But in many developing countries, lack of such a market makes the open market policy ineffective. അതിൽ ഫസ്റ്റ് വൺ ലാക്ക് ഓഫ് വെൽ ഡെവലപ്ഡ് സെക്യൂരിറ്റി മാർക്കറ്റ്. ശരിയായിട്ടുള്ള രീതിയിലുള്ള സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ അഭാവം ഏതിനെ ബാധിക്കും? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ സക്സസ് അല്ലാതെ വരും. അപ്പോൾ സെക്യൂരിറ്റി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഷെയർസ്, ഡിബഞ്ചേഴ്സ് പോലെയുള്ള ലോങ് ടൈം സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ സെക്യൂരിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലാക്ക് ഓഫ് വെൽ ഡെവലപ്ഡ് സെക്യൂരിറ്റി മാർക്കറ്റ് ഈസ് ദ വൺ ഓഫ് ദി ലിമിറ്റേഷൻ. ഫോർ ദ സക്സസ്ഫുൾ അഡോപ്ഷൻ ഓഫ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ദർ ഷുഡ് ബി വെൽ ഡെവലപ്ഡ് സെക്യൂരിറ്റി മാർക്കറ്റ്. അവിടെ ശരിയായിട്ടുള്ളൊരു സെക്യൂരിറ്റി മാർക്കറ്റ് ഉണ്ടായിരിക്കണം. ബട്ട് ഇൻ മെനി ഡെവലപ്പിംഗ് കൺട്രീസ് ലാക്ക് ഓഫ് സച്ച് മാർക്കറ്റ് ഷെയർസ് ദെൻ ദ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഈസ് ഇൻഎഫക്റ്റീവ്. ശരിയായിട്ടുള്ള ഡെവലപ്പിംഗ് നേഷൻസിനെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇല്ലാതിരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത്തരം സിറ്റുവേഷനിൽ ഇത് എന്തായിട്ട് മാറും? ഇൻഎഫക്റ്റീവായിട്ട് മാറും. Then second point is inadequate stock of securities. Sufficient stock of suitable securities is precondition for the success of open market operation. Lack of sufficient stock of securities makes the policy of open market operation is ineffective. അപ്പോൾ the inadequate stock of securities, adequate ആയിട്ടുള്ള next inadequate stock of securities. Sufficient stock of suitable securities is preconditional for the success of open market operation. Lack of sufficient stock of securities makes the policy of open market operation is ineffective. ശരിയല്ലാത്ത രീതിയിലുള്ള സ്റ്റോക്ക് ഓഫ് സെക്യൂരിറ്റീസ് എന്തായിട്ട് മാറുകയാണ്? ഇനാഡിക്വേറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. Then third one is excess cash reserve with commercial bank. Commercial ബാങ്കുകളിലുള്ള excess cash reserve ആണ്. That is, if the banks have excessive cash reserve, this policy will become ineffective, but commercial banks will purchase these securities being sold by the central bank. Next, third one is excess cash reserve with commercial banks. If the banks have excess cash reserve, this policy will become ineffective because commercial banks with purchase the securities being sold by the central bank. അതായത് ശരിയായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്ന ആ ടെക്നിക്സ് ഇഫക്റ്റീവായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ചില അസംഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്തിരിക്കണം. ഇപ്പോൾ ഈ തേർഡ് വൺ പോയിന്റിൽ പറയുന്നത് എക്സസ് ക്യാഷ് റിസർവ് വിത്ത് കമേഴ്ഷ്യൽ ബാങ്ക്. ആദ്യമായിട്ടുള്ള ക്യാഷ് റിസർവ് കമേഴ്ഷ്യൽ ബാങ്കിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിസർവ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എല്ലാം തന്നെ കമേഴ്ഷ്യൽ ബാങ്കുകൾ വാങ്ങിക്കും എന്നുള്ളതാണ്. ഇഫ് ദ ബാങ്ക്സ് ഹാവ് എക്സസ് ക്യാഷ് റിസർവ് വിത്ത് ദിസ് പോളിസി വിൽ ബി ഇൻഎഫക്റ്റീവ് ബിക്കോസ് കമേഴ്ഷ്യൽ ബാങ്ക്സ് വിത്ത് പർച്ചേസ് ദി സെക്യൂരിറ്റീസ് ബീങ് സോൾഡ് ബൈ ദ സെൻട്രൽ ബാങ്ക്. പക്ഷേ ഇതിൻ്റെ ഒരു ഇഫക്റ്റ് പബ്ലിക്കിലേക്ക് എത്തിയിരിക്കണം. അതായത് ജനങ്ങൾ അത് വാങ്ങിക്കിയിരിക്കണം. ജനങ്ങൾ വാങ്ങുകയാണെങ്കിൽ കമേഴ്ഷ്യൽ ബാങ്കുകളിലുള്ള പൈസ ആ രീതിയിലേക്ക് മാറിയിരിക്കണം എന്നൊക്കെ പറയുന്ന രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ, പബ്ലിക്കിൻ്റെ ഇടയിൽ ആ സർക്കുലേഷൻ എന്തായാലും ക്രിയേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എക്സസ് ക്യാഷ് റിസർവ് വിത്ത് കമേഴ്ഷ്യൽ ബാങ്ക്സ്. ഇഫ് ദ ബാങ്ക്സ് ഹാവ് എക്സസീവ് ക്യാഷ് റിസർവ്, ദിസ് പോളിസി വിൽ ബിക്കം ineffective because commercial banks will purchase the securities being sold by central bank.
Then fourth point is changes in the credit policy of commercial bank. Change in the credit policy of commercial bank. If there is a change in the credit policy of commercial banks, the policy of open market operation will not be successful. If central bank buys securities to expand credit in the economy but commercial banks do not respond favorably, the policy will be effective. അതായത് ചേഞ്ച് ഇൻ ദ ക്രെഡിറ്റ് പോളിസി ഓഫ് കമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് പോളിസി വ്യത്യാസപ്പെട്ടിരിക്കുന്ന പക്ഷം, ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ ക്രെഡിറ്റ് പോളിസി ഓഫ് ദ കമേഴ്ഷ്യൽ ബാങ്ക്, ദ പോളിസി ഓഫ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ വിൽ നോട്ട് ബി സക്സസ്ഫുൾ. If central bank buys securities to expand credit in the economy but commercial bank do not respond favorably, അതായത് RBI ചെയ്യുന്ന അതിനോട് അനുപാതികമായിട്ട് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിന്ന് അതേ ഒബ്ജക്റ്റിലൂടെ പ്രവർത്തിക്കുകയാണെങ്കിൽ മാത്രമേ ഏതുകൂടെ ശരിയാവുള്ളൂ, ഈ പറയുന്ന ടെക്നിക്സ് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെയല്ലാത്ത പക്ഷം എന്ത് ചെയ്യപ്പെടുന്നില്ല എന്ന് പറയാം, ഈ പറയുന്ന ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ സക്സസ് ആവുന്നില്ല. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. The attitude of the investors is another important factor influencing the successful operation of the open market operation, because credit expansion and contraction by commercial banks depend to a great extent to the attitude of the investors. അവിടെ the attitude of the investors is another important factor influencing the successful operation of the open market operation. Credit expansion and contraction by the commercial bank depends to a great extent to a attitude of investors. അതായത് കമേഴ്ഷ്യൽ ബാങ്കുകൾ ചെയ്യുന്ന ക്രെഡിറ്റ് എക്സ്പാൻഷനും ക്രെഡിറ്റ് കോൺട്രാക്ഷനും ഇതെല്ലാം ആരുടെ ആറ്റിറ്റ്യൂഡുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, കസ്റ്റമേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയാം. The next one is influence of extraneous factors. That means the policy of the open market operation may become ineffective due to influence of external factors. Then it is such for example, if the central bank purchase securities for injecting more money into the economy and if such money is hoarded or taken to other countries, the policy will not be successful. അതായത് ഇവിടേക്ക് നമ്മുടെ രാജ്യത്തേക്ക് തന്നെ പണത്തിൻ്റെ ക്രയവിക്രയം വരണം എന്ന് കരുതിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന പ്രോസസ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ കൂടെ, പക്ഷെ ആ ഫണ്ട് എക്സ്പോർട്ട് മറ്റു രാജ്യങ്ങളിലേക്കാണ് അതിൻ്റെ വിനിമയം നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഒരിക്കലും നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് അത് ഉപകരിക്കപ്പെടുന്നില്ല എങ്കിൽ ഈ പറയുന്ന ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ സക്സസ് ആവില്ല. Then last point, these are the important points of open market operation. അപ്പോൾ ഏതൊക്കെ പോയിൻറ്റ്സ് ആണ് നോക്കൂ. ലാക്ക് ഓഫ് വെൽ ഡെവലപ്ഡ് സെക്യൂരിറ്റി മാർക്കറ്റ്, ശരിയായിട്ടില്ലാത്ത ഒരു സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ അഭാവം ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷന് തെറ്റായിട്ടുള്ള രീതിയിൽ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇനാഡിക്വേറ്റ് സ്റ്റോക്ക് ഓഫ് സെക്യൂരിറ്റീസ്, മതിയായിട്ടുള്ള സ്റ്റോക്ക് ഓഫ് സെക്യൂരിറ്റീസ് ഇല്ലാതിരിക്കുക. എക്സസ് ക്യാഷ് റിസർവ് വിത്ത് കമേഴ്ഷ്യൽ ബാങ്ക്, കമേഴ്ഷ്യൽ ബാങ്കുകളുടെ കീഴിൽ സൂക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള കരുതൽ നിധി ഉണ്ടെങ്കിൽ. ചേഞ്ച് ഇൻ ദ ക്രെഡിറ്റ് പോളിസി ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക്, കമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് പോളിസിയിൽ വരുന്ന ചേഞ്ചസ്. ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ്. ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്ട്രാനിയസ് ഫാക്ടേഴ്സ്, മറ്റുള്ള ഫാക്ടേഴ്സ് മൂലമുണ്ടാകാവുന്ന ചേഞ്ചസ്. ദീസ് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. Next topic, variable cash reserve ratio. This is the third quantitative method of credit control. Commercial banks are statutorily required to maintain certain percentage of their time and demand deposit with the central bank. This is known as cash reserve ratio. What is meant by cash reserve ratio? Commercial banks statutorily required to maintain a certain percentage of their time and demand deposit with the central bank. This is known as cash reserve ratio. അതായത് കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കിട്ടുന്ന ഓരോ ഡിപ്പോസിറ്റിൻ്റെയും ടൈം ഡെപ്പോസിറ്റിനെയും ഡിമാൻഡ് ഡെപ്പോസിറ്റിനെയും എല്ലാം തന്നെ ഒരു സെർട്ടീൻ പെർസെൻറ്റേജ് ക്യാഷ് റിസർവായിട്ട് RBI മെയിൻറ്റെയിൻ ചെയ്തിരിക്കണമെന്ന് പറയുന്നു. ആ റേറ്റിനെയാണ് നമ്മളെന്ത് പറയുക, ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുക. CRR ഈസ് ദ എമൗണ്ട് ഓഫ് ക്യാഷ് ദാറ്റ് ദ ബാങ്ക് ഹാവ് ടു കീപ്പ് വിത്ത് RBI. CRR എന്ന് പറയുന്നത് ഓരോ ബാങ്കുകളും RBI നിക്ഷേപിച്ചിരിക്കുന്ന തുകയാണ്, അല്ലെങ്കിൽ അതിന് ആ റേറ്റിനെയാണ് എന്ത് പറയുന്നത്. CRR ഈസ് ദ എമൗണ്ട് ഓഫ് ക്യാഷ് ദാറ്റ് ദ ബാങ്ക് ഹാവ് ടു കീപ്പ് വിത്ത് RBI.
ദിസ് ഈസ് നോൺ ആസ് ക്യാഷ് റിസർവ് റേഷ്യോ. ഓരോ ഡെപ്പോസിറ്റിൻ്റെയും സെർട്ടൻ പെർസെൻറ്റേജ് ആനുപാതികമായിട്ട് ആർ ബി ഐയിൽ നിക്ഷേപിച്ചിരിക്കണം എന്നതിനെയാണ് നമ്മൾ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ദ മിനിമം റിസർവ് റിക്വയർമെൻറ്റ് ആർ ഫിക്സഡ് ടു എൻഷുർ ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക്. ഈ മിനിമം റിസർവ് എങ്കിലും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം ജനങ്ങളുടെ ലിക്വിഡിറ്റി, സേഫ്റ്റി ഒക്കെ ഉറപ്പുവരുത്താനായിട്ടാണ്. അത്തരത്തിലുള്ള സോൾവൻസി, ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി എൻഷുർ ചെയ്യാനാണ് നമ്മൾ ക്യാഷ് റിസർവ് റേഷ്യോ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നത്. By varying the cash reserve ratio, the central bank tries to contract or expand credit. When central bank wants to reduce the credit in economy, the central bank increases the ratio of cash reserve. As a result, the cash balance of commercial banks are reduced and their credit creating capacity gets reduced. Then അവിടെ ക്യാഷ് റിസർവ് റേഷ്യോ ഹൈ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് കുറയും? ഇപ്പോൾ ഒരു 1000 രൂപയുടെ ഡെപ്പോസിറ്റിന് 10% ക്യാഷ് റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപ നമ്മൾ റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുകയും 900 റുപ്പീസ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യും? ലെൻഡിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ 10% എന്ന് പറയുന്നതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്യാഷ് റിസർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 10% എന്നുള്ളത് ഒരു 15%, 20% ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ അവിടെ ഒരു 1000-ൻ്റെ 20% എന്ന് പറയുമ്പോൾ 200 രൂപ കൈവശം വെക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ആർ ബി ഐയിൽ ഡെപ്പോസിറ്റ് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ അവിടെ വർക്കൗട്ട് ചെയ്യാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 800 റുപ്പീസ് മാത്രമാണ്. അവിടെ അതിൻ്റെ എക്കണോമിക് ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് ഈ ക്യാഷ് റിസർവ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മണി സർക്കുലേഷൻ ഡിക്രീസ് ചെയ്യാനായിട്ടത് കാരണമാവും. അതുമല്ലെങ്കിൽ പിന്നെ പറയാനുള്ള പോയിൻ്റ് ദെൻ ഫസ്റ്റിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് പിന്നെ പറയാനുള്ളത്. ക്യാഷ് റിസർവ് കുറച്ച് കഴിഞ്ഞാലാണെങ്കിലോ കൂടുതൽ എമൗണ്ട് നമുക്ക് ലെൻഡിങ് പ്രോസസ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ക്യാഷ് റിസർവ് മനസ്സിലായി. CRR ഈസ് ദ എമൗണ്ട് ഓഫ് ക്യാഷ് ദാറ്റ് ദ ബാങ്ക് റേറ്റ് ഹാവ് കീപ്പ് വിത്ത് RBI. Commercial banks statutorily required to maintain a certain percentage of the time and demand deposit of central bank. This is known as cash reserve ratio. The minimum reserve ratio payment are fixed to ensure liquidity and solvency. Then next one is statutory liquidity ratio. SLR എന്നൊക്കെ പറയും, statutory liquidity ratio. SLR is the government term for the reserve requirement of the commercial banks in India are required to maintain in the form of cash or gold. അതായത് ബാങ്കുകൾ സെർട്ടൻ പെർസെൻറ്റേജ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം ആസ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്, ഗോൾഡ് എക്സെട്ര. ക്യാഷായിട്ടോ ഗോൾഡായിട്ടോ അതർ അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് ഒക്കെ ആയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്? നിർബന്ധമായിട്ടും സ്റ്റാറ്റ്യൂട്ടറി SLR ആണ്. സ്റ്റാറ്റ്യൂട്ടറി നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അത് പാലിച്ചിരിക്കണം എന്ന് പറയാം. അപ്പോൾ എവരി ബാങ്കിലെ സ്റ്റാറ്റ്യൂട്ടറി liquidity ratio is the government term. For the purpose of that, the commercial bank in India are required to maintain in the form of cash credit. എവിടെ എവരി ബാങ്ക് ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ദർ നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ഡെപ്പോസിറ്റ് ആസ് ലിക്വിഡ് അസെറ്റ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്, ഗോൾഡ് ആൻഡ് അതർ അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ്. ദ പ്രോസസ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഈസ് 24% വിത്ത് ഇഫക്റ്റ് ഫ്രം 18/12/1920. The objective of statutory liquidity ratio is to restrict the expansion of bank credit. When the central bank wants to reduce credit, it increases the statutory liquidity. When the central bank wants to expand credit, it reduces SLR. അതായത് കൂടുതൽ എമൗണ്ടാണ് വിനിമയം ചെയ്യേണ്ടത് വെച്ചാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി കുറയ്ക്കുകയും, കുറവ് എമൗണ്ടാണ് കുറയ്ക്കേണ്ടതെന്ന് വെച്ചാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി കൂട്ടുകയും ചെയ്തുകൊണ്ട് CRR കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ മൊത്തം വായ്പാ നയത്തെയും കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. The next one is the variation of CRR and SLR is an effective quantitative techniques in the hands of central bank to control credit, creating capacity of commercial banks. So they are used occasionally by central bank, but this tool is credit control has some limitations. അവിടെ what are the limitations of variable reserve ratio? First one is excessive reserve with commercial bank. ഇങ്ങനെ ലിക്വിഡിറ്റിയും സോൾവൻസിയും നോക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് കമേഴ്ഷ്യൽ ബാങ്കുകളിൽ ഒരു എക്സസീവ് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടാനായിട്ട് കാരണമാവുന്നു. This method is not effective if the commercial banks keep very large reserve with them. ഓരോ ബാങ്കുകളുടെ കയ്യിലും ഒരു ലാർജ് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്രയും എമൗണ്ട് കരുതൽ അനുപാതം ഉണ്ടായിരിക്കും.
Second point, possession of foreign funds. If commercial banks have excessive foreign funds, this method is cannot be effectively used by central bank to contract or expand credit creating agency of commercial banks. ഇവിടെ പൊസഷൻ ഓഫ് ഫോറിൻ ഫണ്ട്സ്, ഇഫ് കമേഴ്ഷ്യൽ ബാങ്ക്സ് ഹാവ് എക്സസീവ് ഫോറിൻ ഫണ്ട്സ്, കൂടുതലായിട്ടുള്ള ഫോറിൻ ഫണ്ട്സ് കയ്യിലുണ്ടെങ്കിൽ ദിസ് മെത്തേഡ് കനോട്ട് ബി ഇഫക്റ്റീവ് യൂസ്ഡ് ബൈ ദി സെൻട്രൽ ബാങ്ക് ടു കോൺട്രാക്ട് ഓർ എക്സ്പെൻഡ് ക്രെഡിറ്റ് ക്രിയേറ്റിംഗ് കപ്പാസിറ്റി ഓഫ് crediting bank. Then third one is dispersing effect. Frequent changes in reserve are very disturbing. അതായത് മാറി മാറി വരുന്ന സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ക്യാഷ് റിസർവ് റേഷ്യോ ഇതൊക്കെ ഭയങ്കര ഡിസ്റ്റർബ് ആവും. ചേഞ്ചസ് ഇൻ ക്യാഷ് റിസർവ് റേഷ്യോ ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് ഓൾവേസ് ഇൻവോൾവ് എ ലാർജ് നമ്പർ ഓഫ് magnitude of availability. Cash reserve is member, therefore the method can be used only when a large number in the credit is necessary. Last point, then does not cover non-banking financial institution. The application of this method covers only commercial banks and not banking financial institutions which play an important role of economy. ഇനി നമുക്ക് ഇതൊക്കെയാണ്. അപ്പോൾ എക്സസീവ് റിസർവ് വിത്ത് കമേഴ്ഷ്യൽ ബാങ്ക്, കമേഴ്ഷ്യൽ ബാങ്കിൽ എക്സസീവ് റിസർവ് ഉണ്ടാവുന്നത് ദോഷകരമായിട്ട് ബാധിക്കും. പൊസഷൻ ഓഫ് ഫോറിൻ ഫണ്ട്സ്, ഡിസ്റ്റർബിംഗ് ഓഫ് എഫക്റ്റ്, ഡസ് നോട്ട് ഓവർ നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ ഡസ് നോട്ട് കവർ നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇത് ഒരിക്കലും ബാങ്കിങ് സെക്ടേഴ്സിൽ മാത്രമാണ് ശ്രദ്ധിക്കുള്ളൂ. നോൺ ബാങ്കിങ് മേഖലയിലേക്ക് ഇത്തരത്തിലുള്ളൊരു ആക്ടിവിറ്റീസിൻ്റെയും ഒന്നും തന്നെ എത്തിപ്പെടുന്നില്ല. ദ ആപ്ലിക്കേഷൻ ഓഫ് ദിസ് മെത്തേഡ് കവേഴ്സ് ഓൺലി കമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് നോട്ട് നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് പ്ലേ എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ എക്കോണമി. അപ്പോൾ നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ച് പറയാം. നമുക്ക് ഏതൊക്കെയാണ് കൺക്ലൂഷനിലേക്ക് വരാം, ഏതൊക്കെ ടോപ്പിക്കിലാണ് നമ്മൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് നോക്കാം. ദെൻ ഫസ്റ്റ് വൺ ഈസ് ക്രെഡിറ്റ് കൺട്രോൾ. ക്രെഡിറ്റ് കൺട്രോൾ ഈസ് വൺ ഓഫ് ദി important tool taken by RBI to control the credit. മൊത്തം രാജ്യത്തിൻ്റെ വായ്പാ നയത്തെയും കൺട്രോൾ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന ഒരു വെപ്പണാണ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺ എന്ന് പറയുന്നത്. This may be classified into two, quantitative methods and qualitative methods. Quantitative methodsലെ വേരിയസ് മെത്തേഡ്സിൻ്റെ ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, അതുപോലെ തന്നെ വേരിയബിൾ, ദെൻ അവിടെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ദെൻ ലാസ്റ്റ് പോയിൻ്റ് ഈസ് CRR ആൻഡ് SLR. ഇതൊക്കെയാണ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സിൽ ഉപയോഗിക്കാനുള്ളത്. ബാങ്ക് റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു റേറ്റ് RBI ഫിക്സ് ചെയ്യാണ് കമേഴ്ഷ്യൽ ബാങ്കുകളുടെ മുകളിൽ ഫോർ ലെൻഡിങ് ബില്ലുകളൊക്കെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നതിൽ RBIക്ക് എന്ത് കൊടുക്കുകയാണ്, RBI എന്ത് കൊടുക്കുക, ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യുന്നതിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. RBI ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ കമേഴ്ഷ്യൽ ബാങ്കുകൾ കൂട്ടും. RBI ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ സാധാരണ ബാങ്കുകളും ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചുകൊണ്ട് അതിന് ആനുപാതികമായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നതാണ് ഫസ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ ധാരാളം വായിച്ചു നോക്കാനുണ്ട്. ദെൻ ബാങ്ക് റേറ്റ് പോളിസിയുടെ അഡ്വാൻറ്റേജസ്, അതേപോലെ തന്നെ അസംഷൻസ്, ലിമിറ്റേഷൻസ് ഇത്രയും പറയേണ്ടതുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് സെക്കൻഡ് വൺ ഈസ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആണ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിൽ നമ്മൾ പറയുന്നത് ഏതൊക്കെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിലെ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഡൺ ബൈ RBI എടുത്തിരിക്കുന്ന ഒരു വൺ ഓഫ് ദി ടെക്നിക്സ് ആണ് ഇത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്തുകൊണ്ട് രാജ്യത്തിലെ ജനങ്ങളുടെ കയ്യിലുള്ള പണത്തിൻ്റെ വിനിമയത്തെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഷർമെൻ്റാണ് ഇത് ഈ പറയുന്ന വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോയിൽ രണ്ട് തരത്തിലാണ്, ഒന്ന് CRRഉം ഒന്ന് സ്റ്റാറ്റ്യൂട്ടറിയും. CRR ഈസ് ദ എമൗണ്ട് ഓഫ് ക്യാഷ് ദാറ്റ് ക്യാൻ ബി ബാങ്ക് ഹാവ് ടു കീപ്പ് വിത്ത് RBI. Statutory liquidity ratio, SLR is the government term for the reserve requirement that the commercial bank in India are required to maintain in the term of cash or gold. ക്യാഷോ ഗോൾഡായിട്ട് കൈവശം വയ്ക്കാനുള്ള ഇത്. അപ്പോൾ ഈ മൂന്ന് ടെക്നിക്സിലൂടെയും, അതായത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിലൂടെയും അതുപോലെ തന്നെ ബാങ്ക് റേറ്റ് പോളിസിയിലൂടെയും
CRR, SLR ഇതെല്ലാം കൂടെ ഉപയോഗിച്ചുകൊണ്ട് മൊത്തം എന്ത് പറയുന്നു, രാജ്യത്തിലുണ്ടാകുന്ന ക്രെഡിറ്റിൻ്റെ വായ്പയെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെഷേഴ്സാണ് ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആൻഡ് CRR, SLR. CRR is the amount of cash that the bank have to keep with RBI. SLR is the government term for the reserve required that the economic bank in India are required to stimulate the price. നെക്സ്റ്റ് ക്ലാസ്സിൽ ക്വാണ്ടിറ്റേറ്റീവ് ഓർ സെലക്റ്റീവ് മെത്തേഡാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാനുള്ളത്. അപ്പോൾ ഇത്രയും വരെ നന്നായിട്ട് വായിച്ച് നോക്കാം. ഓക്കെ, താങ്ക് യു.